ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് പോലീസ്. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരുടെ സേവനം തേടും. വിദഗ്ധ സംഘത്തിന്റെ സേവനം ആവശ്യപ്പെട്ട് ഇടുക്കി ഡിവൈഎസ്പി സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകി. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് തെളിഞ്ഞതോടെയാണ് ശാസ്ത്രീയ അന്വേഷണത്തിനായി പോലീസ് ഒരുങ്ങുന്നത്. കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിലെ ദുരൂഹത നീക്കാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല വീടിന് തീപിടിക്കാൻ കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരുടെ അടക്കം സേവനം അന്വേഷണ സംഘം തേടും. സംഭവത്തിൽ നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ പരിശോധനകൾ. ഇങ്ങനെയൊരു മർമ്മമോ കാര്യങ്ങളോ അടുത്ത പ്രദേശത്ത് നടന്നിട്ടില്ല. ഒറ്റപ്പെട്ട മേഖലയാണ് ഈ മേഖല. സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് പൊതുജനങ്ങളുടെയും ആ മേഖലയിലുള്ള ആൾക്കാരുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇടുക്കി പോലീസ് മേധാവിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. അന്വേഷണത്തിനായി ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഈ മാസം 9-ാം തീയതിയാണ് തീപിടിച്ച് കത്തിയ വീടിനുള്ളിൽ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശുഭ, മാതാവ് പൊന്നമ്മ, മക്കളായ അഭിനന്ദ് എന്നിവരാണ് മരിച്ചതെന്ന് കണ്ടെത്തി. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ശുഭയുടെയും പൊന്നമ്മയുടെയും അഭിനന്ദിന്റെയും മൃതദേഹാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇനി ലഭിക്കാനുണ്ട്. 24 ഇടുക്കി.